തണ്ടർബോൾട്സ് കണ്ടു. ഞാനൊരു സാധാരണ സ്ഥിരം കാണുന്ന ഒരു നോർമൽ, വേറെ ഒന്നും ഒരു പുതുമയില്ലാത്ത ഒരു യൂഷ്വൽ മാർവൽ മൂവി എന്നൊരു പ്രതീക്ഷയിലാണ് സിനിമയ്ക്ക് കയറിയത്. ബട്ട് സർപ്രൈസിംഗ്ലി ദിസ് മൂവി വാസ് റിയലി ഗുഡ്. കാരണം നമ്മൾ മാർവലിലെ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കുറേ പടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ് ഉള്ള അതേ ഫീല് തരുന്നൊരു പടം. കാരണം നമ്മുടെ ആ ഒരു മാർവൽ ഈസ് ബാക്ക് നമ്മളെ കൊണ്ട് പറയിപ്പിക്കില്ല ആ രീതിക്കുള്ളൊരു ഐറ്റം. കാരണം നമ്മൾ എങ്ങനെയാണ് മാർവൽ പടങ്ങൾ കണ്ട് ശീലിച്ചത്, നമ്മുടെ അതിനൊരു ടൈം ലൈൻ ഉണ്ട്, പ്രോപ്പർ സ്ട്രക്ചറിങ് ഉണ്ടാവും. ഇന്ന ടൈം ലൈനിലാണ് അല്ലെങ്കിൽ ഇന്ന സാഗയിലാണ് ഈ ഒരു പടം നടക്കുന്നത്, ഇതിനു മുമ്പ് നടന്ന പടം ഇതാണ്, അതുമായിട്ട് ഈ പടത്തിന് കണക്ഷൻ ഉണ്ട്. ഇനി വരാൻ പോകുന്ന പടം ഇതാണ്, അടുത്ത മാർവലിലെ വരാൻ പോകുന്ന പടം ഇതാണ്, അതുമായിട്ട് ഈ ഒരു പടത്തിന് കണക്ഷൻ ഉണ്ട്, എങ്ങനെയാണ് ആ കണക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറിങ് കൊണ്ടുപോയി ഈവൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലടക്കം നമുക്ക് ആ ഒരു ഹൈ തന്നിട്ട് പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ഓക്കെ ഇതാണ്ടാ മാർവൽ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇത് മാർവലിലെ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് റേറ്റഡ് മൂവി എന്നൊന്നുമില്ല, വളരെ ക്ലീഷേഡ് ആൻഡ് വളരെ നോർമലായിട്ട് വെറുതെ ഇറക്കാൻ പറ്റുന്നൊരു പടമാണ്. പക്ഷേ എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്, അതൊന്നും മര്യാദയ്ക്കൊന്നും അവിടെ ഇവിടെ അടുക്കി പെറുക്കി ചെയ്തപ്പോൾ നല്ല വൃത്തിക്കായിട്ടുള്ളൊരു നീറ്റ് പടം. അല്ലാതെ നോക്കിയ ഒരു ടെംപ്ലേറ്റ് കഥ തന്നെയാണ്. നമ്മൾ ഇന്നലെ ട്രെയിലറിൽ കാണുന്നത് അത് തന്നെയാണ് സിനിമ പ്രോമിസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണോ DC-യുടെ മറ്റേ സൂയിസൈഡ് സ്ക്വാഡ് ഉള്ളത്, അതുപോലെ തന്നെ മാർവലിലെ ഒരു സൂയിസൈഡ് സ്ക്വാഡാണ് ഈ പറയുന്ന തണ്ടർബോൾട്സ് എന്ന ഒരു ടീം. സോ ഇങ്ങനെ ചിതറി കിടക്കുന്ന ഈ ആൻറ്റി ഹീറോസ്, നമ്മൾ അവിടെ ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള വലിയ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഈ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്ന് അവരൊരു ടീമപ്പ് ആക്കി ഒരു സോൾ പർപ്പസ് കൊടുത്ത ഒരു മിഷൻ. അതെങ്ങനെയായിരിക്കും ഒരു മെയിൻ വില്ലൻ ഉണ്ടാവും, ആ വില്ലൻ എങ്ങനെയായിരിക്കും ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ആകെ പർപ്പസ്. ഇത് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു തരുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ് വെച്ച് ഇപ്പോൾ ഇന്ന ടീമപ്പ് വരുന്ന സിനിമകളിലൊക്കെ മെയിൻ പ്രശ്നം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ ഒരു ഹാഫ് ടൈം എടുക്കും. ഓക്കെ ഇതാണ് ഈ ക്യാരക്ടേഴ്സ്, ഇവർ വരുമ്പോൾ തന്നെ ഇത് ആരാണെന്നൊക്കെ ആ ക്യാരക്ടേഴ്സിന് അറിയില്ലെങ്കിലും നമുക്കറിയാവുന്നത് കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പടത്തിൻ്റെ പകുതി പോകും. ഈ പടത്തിൽ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് സീനിൽ തന്നെ ഓരോ ക്യാരക്ടേഴ്സ് വരും, അല്ലെങ്കിൽ ഒരു പടം തുടങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാണ് പിന്നീട് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നടക്കുക. സോ ഇതിനെപ്പറ്റി അറിയാവുന്നവർ അല്ലെങ്കിൽ മാർവലിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ ഈ ക്യാരക്ടേഴ്സൊക്കെ ആരാണെന്ന് ഈവൻ TV സീരീസിലുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ. സോ അങ്ങനെ അറിയുന്നവരാണ് ഈ പടത്തിന് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. സോ അങ്ങനെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എന്താണ് ഇതിന് മെയിൻ കോറുള്ളത് അതിലേക്ക് തന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ടാണ് സിനിമ മുഴുവൻ പോവുക. സോ ഒരു ചെറിയ പടമൊന്നുമല്ല, ഒരു 1.5 മണിക്കൂറൊന്നുമല്ല, ഒരു 2 മണിക്കൂറിന് മുകളിലുണ്ട് ഈ പടം. എന്നിട്ടും ഒട്ടും ലാഗില്ലാതെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഈ പറയാനുള്ള കഥ മുഴുവനായിട്ട് പറഞ്ഞ് ഒരു പ്രോപ്പർ വില്ലൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഒരു പുതിയ ക്യാരക്ടറിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, നമുക്ക് അതേ അറിയാത്തൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ള ബാക്ക് സ്റ്റോറീസ് പ്രോപ്പറായിട്ട് ഈ ഒരു പടത്തിൽ കാണിക്കും. കാരണം നമുക്ക് വേറെ അറിയില്ല, ഇതിനു മുമ്പ് ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മറ്റ് സിനിമകളിലും സീരീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്നതൊരു വലിയ ക്യാരക്ടറാണ്, മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ ഇനി ഭാവിയുണ്ട്, ഇനി ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ട് കൊണ്ട് നിർത്താനും ഇതിൽ പറ്റിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു വില്ലനായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു ടീമപ്പായിട്ട് ഒരു മെയിൻ വില്ലനായിട്ട് വരുന്ന ആദ്യത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് അത് കിടിലൻ സാധനമായിരുന്നു. അത് ഞാൻ വിചാരിച്ച് കുറച്ച് ഓവർ CGI യൂസ് ചെയ്ത് ഭയങ്കര അലമ്പാക്കിക്കൊണ്ട് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ മറ്റേ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ബ്രേവ് ന്യൂ വേൾഡോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് 10x ബെറ്റർ. ഇതിപ്പോൾ എനിക്ക് ഈ പടം മാർവലിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് റേറ്റഡ് മാർവൽ പടം എന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു ഇവർക്ക്. വെറുതെ ഈ ക്യാരക്ടേഴ്സിനെ പിടിച്ചെടുത്ത് കുറേ ക്രിഞ്ച് ഡയലോഗൊക്കെ അടിച്ച് കുറേ വോക്കും കുറേ ഫെമിനിസമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അലമ്പാക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. പക്ഷേ നല്ല വൃത്തിക്ക് അടുക്കി പെറുക്കി നല്ല നീറ്റായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. സോ ആ ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുള്ള, എന്നാൽ അതുമാത്രമല്ല നല്ലൊരു ഫ്ലോ ഉള്ള, നല്ലൊരു കണ്ടിരിക്കാൻ നല്ല എൻഗേജിങ് ആയിട്ട് ഒരു ഇൻ്റർവെൽ വരുമ്പോൾ വെറുതെ കുത്തിക്കയറ്റുന്ന ഇൻ്റർവെലാണല്ലോ, അത് വരുന്ന സമയത്ത് തന്നെ അയ്യോ നിർത്തല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് നമ്മൾ ആ ഒരു ഫ്ലോ ഇങ്ങനെ കണ്ടുപോകുന്ന അങ്ങനത്തെ പടങ്ങൾ മാർവലിൽ റീസെൻ്റ്ലി ഒന്നും ഇറങ്ങിയിട്ടില്ല. സോ ആ ഒരു എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ഇറങ്ങിയ മാർവൽ സിനിമകളിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ ആ ഒരു സ്പൈഡർമാൻ്റെ ഫാർ ഫ്രം ഹോം ആ ഒരു പടം കഴിഞ്ഞ് പിന്നെ വേറെ പടങ്ങളൊന്നും അങ്ങനെ മെമ്മറബിൾ ആയിട്ടില്ല. ഒരു നല്ല മാർവൽ പടം കണ്ട ഒരു ഫീൽ ഇല്ലായിരുന്നു. ഒന്നും വേണ്ട, റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കഴിഞ്ഞൊരു 2-3 വർഷത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മാർവൽ ചിത്രം എന്ന് പറയാം. ഒരു മാർവൽ ചിത്രമാണെന്നുള്ള ഒരു സിഗ്നേച്ചർ വെച്ച് പുലർത്തിയിട്ടുള്ളൊരു പടം. ഈവൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ അടിപൊളിയാണ്. ഇനി അടുത്ത് വരാതിരിക്കുന്നൊരു പടമുണ്ട്, അത് ഒരു ടൈം ലൈൻ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഏതാണ് അടുത്ത് വരാൻ പോകുന്നുള്ളത്. അതുമായിട്ട് പ്രോപ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നടന്ന ആ ഒരു ഈവൻ അതൊരു മണ്ടപ്പടമാണെങ്കിലും ക്യാപ്റ്റൻ അമേരിക്കൻ അടക്കം ടീസ് ചെയ്തിട്ട് ആ ഒരു ടൈം ലൈനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു നല്ല സ്ട്രക്ചറിങ് ഉള്ള നല്ലൊരു ഫ്ലോ ഉള്ള വെറുതെ ഇരുന്ന് നമ്മളെ വെറുപ്പിക്കാത്ത നല്ല കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പടമായിട്ട് തോന്നി. സോ അമിത പ്രതീക്ഷകളൊക്കെ വെച്ച് വേറെ ലെവലായിട്ടാണ് ഇതുവരെ മാർവലിൽ ഇറങ്ങാത്ത രീതിയിലുള്ളൊരു പടമാണ് എന്ന് വിചാരിച്ച് പോകരുത്. വളരെ യൂഷ്വൽ ആയിട്ടുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു പടം, പക്ഷേ സ്ട്രക്ചറിങ് കൊണ്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല മാർവൽ ചിത്രമായിട്ട് തോന്നി ഈ സിനിമ കണ്ട. എന്നെ സംബന്ധിച്ച് നല്ലൊരു വാച്ച് തന്നെയായിരിക്കും ഈ ഒരു പടം. പ്രത്യേകിച്ച് മാർവൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇനി വരാതിരിക്കുന്ന കുറേ മാർവൽ മെയിൻ അവഞ്ചേഴ്സ് പടങ്ങളൊക്കെ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ് ഡേയും
നമ്മുടെ സീക്രട്ട് വാർസ് ഒക്കെ. സോ അതിലൊക്കെ ഈ ക്യാരക്ടേഴ്സിന് ഇൻപുട്ട് ഉണ്ടാവും നമുക്കറിയാം. അതെങ്ങനെ അവരൊക്കെ എങ്ങനെയാണ് ടീമപ്പ് ആയിട്ട് ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു പടം എന്ന രീതിക്കാണ് ഈ സിനിമ ഉള്ളത്. സോ ആ രീതിക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.